ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഒരു കഥയല്ല, മാന്ത്രികപരമായിട്ടുള്ള ഒരു കഥയാണ്. അതായത് ഒരു നാട്, ആ നാട്ടില് ആകെ ഒരു വീട് മാത്രമേ ഉള്ളൂ. നിഗൂഢത എന്ന് പറഞ്ഞ വീടാണ്, ഒരു മന്ത്രവാദിനിയുടെ വീടാണ്. ഈ വീട്ടില് ഈ മന്ത്രവാദിനിക്ക് കൂട്ടായിട്ട് ആകെ ഒരു പൂച്ച മാത്രമേ ഉള്ളൂ. അത് മന്ത്രവാദിനിയുടെ വീടായതുകൊണ്ടിട്ട് അവിടെയുള്ള എല്ലാത്തിനും കുറച്ച് ശക്തികളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ പൂച്ചക്ക് ഒരു ശക്തിയുണ്ട്. വേറെ ആരും ആ വീട്ടിലില്ല. മന്ത്രവാദിനി രാവിലെ ആകുമ്പോൾ പോകും. ആ സമയത്ത് പൂച്ച അവിടെ ഒറ്റക്കായിരിക്കും ഉള്ളത്. പൂച്ചക്കും അവിടെ ഇങ്ങനെ ഒറ്റക്ക് നിന്നിട്ട് ബോറടിക്കണ ഒരു സമയത്ത് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ഒരു മൈൻഡൊക്കെയാണ്. പക്ഷെ എന്നാലും മന്ത്രവാദിനിയുടെ അടിമ എന്നുള്ള ഒരു രീതിക്ക് പൂച്ച അവിടെ നിൽക്കണേണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വീട്ടിലോട്ടൊരു ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വരണം. അതൊരു എലിയായിരിക്കും. അപ്പൊ ഈ എലി വന്നതിന് ശേഷം ഈ പൂച്ചക്ക് അത് മനസ്സിലാവും. പൂച്ച ഇതിനെ എങ്ങനെയും പിടിക്കണോന്നുള്ള ഇതിന് നിൽക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ ഈ എലി നേരെ തിരിച്ച് ഈ പൂച്ചക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ എലി നിൽക്കണത്. ഈ പൂച്ചനെ അങ്ങനെ മാക്സിമം ഉപദ്രവിക്കും. വെറുതെ പൂച്ച കിടന്ന് ഉറങ്ങണമെങ്കിൽ അതിനെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് കുത്തി എണീപ്പിച്ചോ ഇതാക്കി അവിടെയുള്ള സാധനമൊക്കെ നശിപ്പിക്കുക, ഭക്ഷണമൊക്കെ കാര്യം വെക്കല്, അങ്ങനെ ഭയങ്കര അലമ്പാണ് ഈ എലി കാണിക്കണം അവിടെ. അത് ഈ എലി എന്ത് കാണിച്ചിട്ട് പോയി കഴിഞ്ഞാലും കുറ്റം മൊത്തം പൂച്ചക്കാരിക്കും കിട്ടണം. അപ്പൊ അതുകൊണ്ടിട്ട് പൂച്ചയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഈ എലീനെ പിടിക്കല്. പക്ഷെ അത് നടക്കാറില്ല. അപ്പൊ ഈ പൂച്ചക്ക് ഈ എലിയുടെ ശല്യം അതും ഇതൊക്കെ സഹിക്കാൻ പറ്റാണ്ട് ഈ പൂച്ച ആ വീട്ടിൽ നിന്ന് ഓടിപ്പോണേ. അവിടെ നിന്ന പ്രാന്ത് പിടിക്കും. അതുകൊണ്ടിട്ട് ഈ പൂച്ച നാടും വീടൊക്കെ വിട്ടിട്ട് ആൾ താമസമുള്ള അത്യാവശ്യം ഫ്ലാറ്റും അതും ഇതൊക്കെ ഉള്ള സ്ഥലത്തോട്ട് ഈ പൂച്ച പോണേണ്. പുതിയ സ്ഥലം, ഇന്നേവരെ കാണാത്ത സ്ഥലം ആയതുകൊണ്ടിട്ട് പൂച്ചക്ക് അവിടെ എവിടെ പോകണമെന്ന് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ലാണ്ട് ഇങ്ങനെ അവിടെ നിൽക്കണായിരിക്കും. അത് പൂച്ച നിൽക്കണമെന്ന് വെച്ചാൽ ഒരു സ്കൂളിന്റെ മുമ്പിലായിരിക്കും നിൽക്കണത്. മന്ത്രവാദിനിയുടെ പൂച്ച ആയതുകൊണ്ടിട്ട് ഇതിനെ കാണാൻ നല്ല രസമുണ്ട്. ഈ പൂച്ച സാധാ കറുത്ത പൂച്ചയൊന്നുമല്ല, അത്യാവശ്യം ഒരു ഓറഞ്ച് കളറുള്ള പൂച്ച ആയതുകൊണ്ട് കാണാൻ നല്ല ക്യൂട്ടാണ്. ഇതിന് ഒരു പെണ്ണ് ഈ പൂച്ചനായിട്ട് അവളുടെ വീട്ടിൽ പോണേ. അപ്പൊ അവളുടെ വീട്ടിലാണെങ്കിൽ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഫ്ലാറ്റിലാണ് താമസിക്കണത്. കൊച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കുരുത്തം കെട്ട കൊച്ചാണ്. പിന്നെ ഈ കുരുത്തം കെട്ട പെണ്ണ് ഈ പൂച്ചയുടെ കൂടെ ആയിരിക്കും ഫുള്ള്. അപ്പൊ ഇതിന് പേരിടണമല്ല. അപ്പൊ ഈ പൂച്ചക്ക് പേരിട്ട് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ എന്ന് പേരിട്ട് വെക്കും. കണ്ണൻ അതെന്ന് വെച്ചാൽ നാട് മൊത്തം കണ്ണന്മാരാണല്ലോ. ഈ പൂച്ചക്ക് മന്ത്രശക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വെച്ചില്ല. അപ്പൊ ഈ പൂച്ചയുടെ മന്ത്രശക്തി പുറത്തോട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൂച്ചക്കരയിൽ എരിവ് കൊടുത്തു കഴിഞ്ഞാല് ഈ പൂച്ചയുടെ മന്ത്രശക്തി പുറത്തോട്ട് വരും. അങ്ങനായിരുന്നു ഈ മന്ത്രവാദിനി ഉണ്ടാക്കി വെച്ചത്. ഈ കുരുത്തം കെട്ട പെണ്ണിനാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണേല് ഈ പൂച്ച ഭക്ഷണമൊന്നും കൊടുക്കണമെന്നില്ല. ഈ പെണ്ണ് തിന്നണ തന്നെ കൊടുക്കും. അപ്പൊ അതിൽ എരിവ് ഉണ്ടാവും. അപ്പൊ ഈ എരിവ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് പണി കിട്ടണത്. പൂച്ചയുടെ മന്ത്രിക ശക്തി മൊത്തം പുറത്തോട്ട് വരണേന്. പുറത്തോട്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച രൂപം മാറി ഒരു മനുഷ്യനായി. മനുഷ്യനെന്ന് വെച്ച് കഴിഞ്ഞാല് മേല് മൊത്തം കവച കുണ്ടലം, ചിറക് വരെ ഉണ്ട്, പറക്കും. ചിറകൊക്കെ ഉള്ള ഒരു മനുഷ്യ രൂപത്തിൽ നിൽക്കണം അവിടെ. ഈ പെണ്ണാകെ ഞെട്ടിത്തെരിച്ചില്ല. ഈശ്വര ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ രൂപമാറ്റം വന്നപ്പോ, സംസാരശേഷി വന്നപ്പോ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ഇങ്ങനെ അടിമയൊക്കെ വെച്ചേച്ചാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ പെണ്ണിനൊരു ഇത് തോന്നണേണ്, ഈ പൂച്ചനെ അടിമയായിട്ട് വെച്ചാലാണ്. അപ്പൊ ഇതാണെങ്കിൽ ഓൾറെഡി പറയുകയും ചെയ്തു, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും എന്നൊരു ഇത് പറഞ്ഞുകൊണ്ടിട്ട് പിന്നെ പണിയായില്ലേ. അതിനുശേഷം ഈ പെണ്ണാണെങ്കിൽ ഇതിനെ കൊണ്ടിട്ട് എല്ലാ പണിയെടുപ്പിക്കും. ഹോംവർക്ക് ചെയ്യിക്കല്, അത് ചെയ്യിക്കല്, ഇത് ചെയ്യിക്കല് എന്ന് വെച്ച് പിന്നെ ഫുള്ള് പണി, അടുക്കള പണി, പെരവളക്കല്, എല്ലാ പണി എടുപ്പിക്കും. ഇത് കൂട്ടുകാരും വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ട് ഇതിനെ കാണാനായിട്ട്. ഈ കൂട്ടുകാർ പറയാം എന്റെ വീട്ടിൽ ഒരു ദിവസം വന്ന് ഇത് നിൽക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിന് സന്തോഷവും. കാരണം അവിടെ ചെന്ന ഒരു സമാധാനം കിട്ടുമെന്നുള്ളൊരു രീതിക്ക് അവിടെ പോയി നിൽക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവിടെ ഇത് തന്നെ എല്ലാരും അടിമപ്പണി എടുപ്പിക്കണതിനെ കൊണ്ടിട്ട് ഭയങ്കര കഷ്ടം. അവസാനം കണ്ണൻ എന്നുള്ളതിന്റെ കൂടെ ഇതിന്റെ പേര് അടിമക്കണ്ണൻ എന്നാക്കി. പക്ഷെ എന്നാലും ഈ സാധനം വീട്ടിൽ നിന്ന് പോണ സമയത്തൊക്കെ ഈ വിഷമം കൊണ്ടിട്ടൊക്കെ പറയും, അടിമക്കണ്ണ നീ പോയിട്ട് ഇപ്പൊ തന്നെ വരില്ലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ വേറെ കാര്യം. ഇഷ്ടമൊക്കെയാണ്. അടിമക്കണ്ണ നീ പോയിട്ട് വേഗം വരില്ലേ എന്നൊക്കെ പറയാം. അപ്പൊ ഇത് പറയും അത് സ്വപ്നത്തിലായിരിക്കും. ഇല്ലടാ വേറൊരു സംഭവം ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അടിമക്കണ്ണന്റെ നെറ്റിയിലാണെങ്കിൽ ഒരു തൃക്കണ്ണുണ്ട്. തൃക്കണ്ണനാണ്. പോണ സമയത്ത് ഇങ്ങനെ ഇരുന്നൊക്കെ പറയും, കുത്തിക്കുത്ത് ആന വരുമ്പത്ത് അടിമക്കണ്ണന്റെ കണ്ണ് കൊണ്ടൊരു മായാജാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനമൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് പോണത്. ഇല്ല, മന്ത്രവാദിനി ക്രൂരായത് കൊണ്ടിട്ട് പച്ചമുളകിലാണ് ഈ മന്ത്രം ജയിച്ചു കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് എരിവ് ആരും കൊടുത്തു കഴിഞ്ഞാലും ഇതിങ്ങനെ രൂപമാറ്റം വന്നിട്ട് അടിമക്കണ്ണനാവും. പിന്നെ അങ്ങനെ എല്ലാവരുടെയും അടിമക്കണ്ണനായിട്ട് ആ പ്രദേശം മൊത്തം വീട്ടിലെ പണിയൊക്കെ എടുത്തിട്ട് ഓൾ സർവീസ് ആണ്. അവിടെ എല്ലാ വീട്ടിലും സർവീസ് ഉണ്ട്. അടിമക്കണ്ണനായിട്ട് അങ്ങ് പോണേണ്. കാരണം അവിടെ നിന്ന് പോകാനും പറ്റത്തില്ലല്ലോ, അടിമയില്ല അവരുടെ. എടാ ഇതിനെ വെച്ചിട്ട് പാട്ട് വരെ ഉണ്ട്, ഞാൻ വേണേ പാടിത്തരാം. അടിമ 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 കണ്ണൻ 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 വീട്ടിനുള്ളിൽ എല്ലാ പണിയും ചെയ്യും അടിമയാണേ, എല്ലാ പണിയും ചെയ്യും ഞങ്ങളുടെ അടിമക്കണ്ണൻ, എന്നും എന്നും കൂടി അടിമക്കണ്ണൻ. അപ്പൊ ഇതാണ് എന്റെ ഫാന്റസി
മാന്ത്രികത എന്ന് പറഞ്ഞ ഒരു കഥ. ഇതെങ്ങനെയുണ്ടാ ഈ കഥ? അപ്പൊ അടിപൊളി. ഞാനിങ്ങനെ ചെറുപ്പത്തിലല്ലേ കൊച്ചി ടിവിയില് മായക്കണ്ണൻ എന്ന് പറഞ്ഞ കഥ കണ്ടുണ്ട്. അതേതാണ്? അത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് ഓ, അതേതാണ്. അതിന്റെ പേരും കണ്ണൻ എന്നാണ്. ഓ ഈശ്വര, അതെ ഈ അതെ നാട് അതെ മൊത്തം കണ്ണന്മാരെ കൊണ്ട് തോറ്റല്ല. അതെ 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 അതെ.